എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഈ വീഡിയോയിലും ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ സ്വപ്നങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എനിക്ക് ഇതുപോലെ എൻ്റെ കരിയറിൽ മുന്നോട്ട് പോകണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കരിയറിൽ അച്ചീവ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായത് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ കരിയറിൽ ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണം, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ആ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആ വ്യക്തിയുടെ കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആ വ്യക്തിക്ക് നേടിയെടുക്കാനുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ആ വ്യക്തിയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് പറയുന്ന സമയത്തും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്ന സമയത്തും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നറിയുന്ന സമയത്തും ആ വ്യക്തിക്കും ഒരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. അതായത് നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും അതുപോലെ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ നിങ്ങളോട് പറയുമ്പോഴും, അതായത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളോട് പറയുമ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കേൾക്കുമ്പോഴും ആ വ്യക്തിക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ വ്യക്തി ഇപ്പോഴും വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ആ വ്യക്തി, വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാൾ തന്നെയാണ് ആ വ്യക്തി. പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് ലഭിക്കുമായിരുന്നു. അതുപോലെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമാവുമായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ അതൊന്നും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ല, അതായത് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഓർക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മേ ബി വിഷമം തോന്നുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തിക്ക് ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങളെ ആ വ്യക്തിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജോലിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് അറിയാം. അതുപോലെ തന്നെ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കരിയറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കാറുണ്ട്. നിങ്ങളെക്കുറിച്ചും എപ്പോഴും ആ വ്യക്തി ചിന്തിക്കാറുണ്ട്. പക്ഷേ അതേപോലെ നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം. കാരണം ആ വ്യക്തിയും അതുപോലെ ആ വ്യക്തിയുടെ കരിയറിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്.
അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു സമയം. ആ ഒരു സമയമെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴുമാണ്. കാരണം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച കാര്യങ്ങളും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളും എല്ലാം ആ പേഴ്സൺ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ആ പേഴ്സണോട് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ വ്യക്തിയും ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട്. പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി സന്തോഷിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത്. ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളും ആ വ്യക്തിയും ഒരുപോലെ സന്തോഷിച്ചിരുന്നു, ഒത്തിരി സന്തോഷിച്ചിരുന്നു എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പറഞ്ഞല്ലോ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ വ്യക്തി ഒരുപാട് സന്തോഷിച്ചിരുന്നു. അതുപോലെ മേ ബി നിങ്ങളും സന്തോഷിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ആ വ്യക്തിക്ക് തിരികെ വേണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് സന്തോഷമില്ല എന്നല്ല, പക്ഷേ എങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം ഇനി ആ വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പുതിയ തുടക്കം എന്നാണ് ഉണ്ടാവുക, ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്നൊന്നും ആ വ്യക്തിക്ക് അറിയില്ല. ആ വ്യക്തിക്കൊരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. എങ്കിലും പോലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.